വിദേശ ടൂറിസ്റ്റുകൾക്ക് എന്നും പ്രിയങ്കരമായ ഇന്റർനാഷണൽ ബീച്ചാണല്ലോ കോവളത്തുള്ളത്. ഇന്ന് എൻ്റെ യാത്ര അങ്ങോട്ടേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നും ബൈപ്പാസ് റോഡിലൂടെ 13 കിലോമീറ്റർ പോയാൽ കോവളം ജംഗ്ഷനാകും. ഇടയ്ക്ക് തിരുവല്ലത്ത് ടോൾ ഗേറ്റ് ഉണ്ട് എന്ന കാര്യം ഓർക്കുക. കോവളം ജംഗ്ഷനിൽ നിന്നും കഷ്ടിച്ച് 2 കിലോമീറ്റർ പോയാൽ വീണ്ടും ഒരു ചെറിയ ജംഗ്ഷൻ. ലെഫ്റ്റിലേക്കുള്ള റോഡ് കുത്തനെ ഇറങ്ങിച്ചെന്നാൽ ഹവ ബീച്ചായി. റൈറ്റിലേക്കുള്ള റോഡ് ചെന്ന് അവസാനിക്കുന്നത് അശോക ബീച്ചിലാണ്. അശോക ബീച്ചിൻ്റെ ഇപ്പോഴത്തെ പേര് ലീല ബീച്ച് എന്നാണ്. ലീല ബീച്ചിലും ഹവ ബീച്ചിലും കാർ പാർക്കിങ്ങിന് ഏറെ സൗകര്യമുണ്ട്. തൊട്ടടുത്ത് കോവളത്തെ ജുമാ മസ്ജിദും തൊട്ടപ്പുറത്ത് ഗണപതി ക്ഷേത്രവുമുണ്ട്. തെങ്ങിൻ തോപ്പുകളും മലനിരകളും നീണ്ട കടലോരവും ചേർന്ന ഈ പ്രകൃതി സൗന്ദര്യം കോവളത്തെത്തുന്ന സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും വിഴിഞ്ഞം ഭാഗത്തു നിന്നും ധാരാളം സിറ്റി ബസ്സുകൾ കോവളം ജംഗ്ഷനിൽ വന്നു പോകുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് വലിയ അനുഗ്രഹമാണ്. ഒരു കാര്യം എടുത്തു പറയണം, കോവളത്ത് ചെന്നാൽ ആരുടെ മനസ്സും ചെറുപ്പമാകും, അല്ലെങ്കിൽ പ്രണയാതുരമാകും. അത്രയ്ക്ക് വശ്യതയുണ്ട് ഇവിടുത്തെ തിരമാലകൾക്കും നീലക്കടലിനും. ഈവനിങ്സിലാണ് ബീച്ചുകൾക്കെല്ലാം ഭംഗിയേറുക. സാന്ധ്യശോഭയിൽ ചക്രവാളങ്ങൾക്ക് മീതെ ആകാശം ചുവന്നു കൊടുക്കും. കാലിനടിയിലെ മണൽത്തരികൾക്ക് പോലും മറ്റൊരു നിറമാകും. പ്രകൃതിയുടെ ഈ ലാസ്യഭംഗിയിൽ അലിയാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് ജനസാഗരം ഒഴുകിയെത്തും. ഞാൻ ഒരു ഉച്ച നേരത്താണ് കോവളത്തെത്തിയത്. കാറിൽ വന്ന നേരെ ലീലാ ബീച്ചിലിറങ്ങി. അപ്പോൾ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. തലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തിക്കാളുന്നു. കുട പിടിച്ചിട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടും വിയർപ്പും. ബീച്ചിലെ വെള്ളമണൽ തരികൾക്ക് പക്ഷേ വലിയ ചൂട് തോന്നുന്നില്ല. ഈ കാണുന്നതാണ് ITDC നടത്തിയിരുന്ന ഹോട്ടൽ അശോക. ഹോട്ടൽ രൂപകൽപ്പന ചെയ്തത് ചാൾസ് കൊറിയ എന്ന പ്രശസ്ത ആർക്കിടെക്റ്റാണ്. ഇപ്പോഴിത് ലീല ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ക്രസന്റ് ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അർദ്ധചന്ദ്രാകൃതിയിലുള്ള 3 ബീച്ചുകളാണ് കോവളത്തുള്ളത്. ലീല ബീച്ച്, ഹവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്. ഇവ മൂന്നിനെയും വേർതിരിച്ചിരിക്കുന്നത് വൻ പാറക്കെട്ടുകളാണ്. ഇവയ്ക്കുള്ളിലേക്ക് കടൽ കയറിക്കിടക്കുകയാണ്. പാറക്കെട്ടുകളുള്ളതുകൊണ്ട് ബീച്ചുകളിൽ ശക്തമായ തിരകളില്ല. കോവളം ബീച്ചുകളെ പോപ്പുലറാക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആസ്വദിക്കാനുമായി ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പാരാസെയിലിംഗ്, പാരാഗ്ലൈഡിംഗ്, സർഫിംഗ് എന്നിവയാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രിയം. എന്നാൽ തിരകളിൽ നിന്നും തിരകളിലേക്ക് കുതിച്ചു പായുന്ന സ്പീഡ് ബോട്ടിൽ സാഹസികോല്ലാസത്തിനാണ് ലോക്കൽ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നത്. 4 പേർക്ക് ഇവിടുത്തെ ബീച്ചുകളിൽ നിന്ന് ചുറ്റി വരാൻ 1000 രൂപയാവും. കുറച്ചകലെയുള്ള വിഴിഞ്ഞം പോർട്ട് വരെ സ്പീഡ് ബോട്ടിൽ കറങ്ങി വരാൻ 2000 രൂപ വരും. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കോവളം. കോവളം ബീച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ. കണ്ടോ, സ്പീഡ് ബോട്ടുണ്ട്, അതേപോലെ തന്നെ പട്ടം പറത്താം, അതേപോലെ തന്നെ ധാരാളം പേര് കടലിൽ കുളിക്കുന്നുണ്ട്. കാരണം 2 വശത്തും ഇങ്ങനെ പാറക്കൂട്ടങ്ങളുള്ളത് കൊണ്ട് തിര വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം പേരിങ്ങനെ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഹവ ബീച്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനപ്പുറത്ത് വേറൊരു ബീച്ചുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും വരുന്നത് ഇവിടെയാണ്. വലിയ തിരക്കാണ് ഏത് സമയം. സീസൺ എന്നൊന്നുമില്ല, ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ദിവസവും. ഇവിടുന്നാണ് ബോട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ടിങ് 1000 രൂപയാണ് ഫീസ് ഒന്ന് കറങ്ങി വരാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ പാരാസെയിലിംഗ് ഉണ്ട്, സ്കൂബ ഡൈവിംഗ് ഉണ്ട്. നോക്ക്, പാരാസെയിലിംഗ്, സ്കൂബ ഡൈവിംഗ്, സ്പീഡ് ബോട്ട്, പിന്നെ ഗെയിം ഫിഷിംഗ്, സർഫിംഗ്, കനോയിങ്, കയാക്കിംഗ്, ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. കോവളം വിഴിഞ്ഞം തീരങ്ങളിൽ നിന്ന് മത്സ്യം പിടിക്കുവാനായി പുറംകടലിലേക്ക് പോകുന്ന ഫിഷിംഗ് ബോട്ടുകളെ നമുക്ക് ഈ ബീച്ചിൽ കാണാം. ഹവ ബീച്ചിനെയും ലൈറ്റ് ഹൗസ് ബീച്ചിനെയും വേർതിരിക്കുന്ന വൻ പാറക്കൂട്ടമാണ് ഇടക്കല്ല്. ഇവിടെ ലൈഫ് ഗാർഡുകാർക്ക് വേണ്ടി ഒരു റെസ്റ്റിംഗ് റൂമുണ്ട്. ഈ പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ നിന്നാൽ സൺസെറ്റ് വളരെ വ്യക്തമായി കാണാം. ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ
ഒരുപാട് വിസിറ്റേഴ്സ് അവിടേക്ക് കയറി പോകുന്നുണ്ട്. എടക്കലിൽ നിന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ലോങ് ഷോട്ട്. വൃത്തിയും വെടിപ്പുമുള്ള അതിവിശാലമായ ബീച്ചാണ് ലൈറ്റ് ഹൗസ് ബീച്ച്. ദൂരെ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ്. നമ്മുടെ തിരുവനന്തപുരത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ മാഗസിൻ റെഫർ ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണുന്ന വിഷ്വൽ ഈ ലൈറ്റ് ഹൗസാണ്. അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം. നമുക്കറിയാം 2 പ്രധാന ബിംബങ്ങളാണ് തിരുവനന്തപുരത്തിൻ്റെ. അപ്പോൾ ഇത് മുകളിൽ കയറാം, നമുക്ക് കാണാൻ പറ്റും. വലിയ വ്യൂ ആണ്. അതിന് മുകളിൽ കയറിയാൽ അതിന് സമയമുണ്ട്. ഇപ്പോൾ 6 മണിയായി, 6 മണി കഴിഞ്ഞു. 6 മണി അതുകൊണ്ട് ഇപ്പം പറ്റില്ല, കയറാൻ പറ്റില്ല. അതേപോലെ തന്നെ വളരെ മനോഹരമായ ബീച്ചാണ്. നമുക്ക് സൂര്യാസ്തമയമായി ഇന്നിപ്പോൾ അസ്തമയം നല്ല രസമായിട്ട് കാണാൻ പറ്റും. അധികം ക്ലൗഡൊന്നുമില്ല. ഈ ബീച്ചിൻ്റെ തെക്കേ അറ്റത്തെ വലിയ പാറക്കൂട്ടത്തിൻ്റെ മുകളിലാണ് 36 മീറ്ററോളം ഉയരമുള്ള ലൈറ്റ് ഹൗസ് ഉള്ളത്. 1972 മുതലാണ് ഇത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. ഫീസ് കൊടുത്ത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി കാഴ്ചകൾ കാണാൻ അവസരമുണ്ട്. വർക്കല ബീച്ച് പോലെ വിദേശ ടൂറിസ്റ്റുകളുടെ ഇഷ്ട ബീച്ചാണല്ലോ കോവളവും. സൺബാത്തിനും ആയുർവേദ പ്രാക്ടീസിനും ആയുർവേദിക് മസാജിനുമായി അവരിൽ നല്ലൊരു വിഭാഗം വർഷം തോറും ഇങ്ങോട്ട് വരുന്നുണ്ട്. വെള്ളമണൽ തരികൾ നിറഞ്ഞ വിശാലമായ കടലോരത്തെ ചെറിയ തിരമാലകളിൽ കളിച്ചുല്ലസിക്കുന്നവരെയും വർണ്ണക്കുടകൾക്ക് താഴെ വെയിൽ കായുന്നവരെയും നമുക്കിവിടെ എവിടെ നോക്കിയാലും കാണാം. അതിനിടയ്ക്ക് ധാരാളം ലോക്കൽ ടൂറിസ്റ്റുകളെ കണ്ടു. ചെറുതിരകൾ കാലുകളെ തഴുകുമ്പോൾ, ഇളംകാറ്റ് നമ്മെ തലോടി കടന്നു പോകുമ്പോൾ, ചൂടുമാറി തണുത്തു വരുന്ന സൂര്യരശ്മികൾ നമ്മെ വലയം ചെയ്യുമ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും നാം നമ്മുടെ സങ്കടങ്ങൾ മറന്നു പോകുന്നു. തെക്ക് ഭാഗത്ത് വളരെ ദൂരെ 2 കപ്പലുകളെ കാണുന്നില്ലേ? അത് ഈയിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം പോർട്ടിൽ നങ്കൂരമിട്ട കപ്പലുകളാണ്. ഹവ ബീച്ചിനെയും ലൈറ്റ് ഹൗസ് ബീച്ചിനെയും അതിരിട്ടുകൊണ്ട് 1 കിലോമീറ്റർ നീളത്തിലുള്ള വാക്ക് വേയിലൂടെ ഞാൻ കാഴ്ചകൾ കണ്ടു നടന്നു. വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ആവശ്യമുള്ള എന്തും കിട്ടുന്ന അനവധി ഷോപ്പുകൾ ഇവിടെയുണ്ട്. അഞ്ചിക്കുകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, 3 സ്റ്റാർ 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകൾ, യോഗ സെൻ്ററുകൾ, മസാജിങ് പാർലറുകൾ എന്നിവയൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ എന്നെ ആകർഷിച്ച ഒരു കാഴ്ചയുണ്ട്. ഹോട്ടലുകളുടെ മുന്നിൽ ഭംഗിയായി അടുക്കിയും തരംതിരിച്ചും വെച്ചിട്ടുള്ള വർണ്ണ മത്സ്യങ്ങൾ. ആവശ്യമെങ്കിൽ അപ്പോൾ തന്നെ അവയെ വറുത്തും പൊരിച്ചും കറിവെച്ചും കൊടുക്കും. എനിക്ക് പ്രശസ്ത ആർക്കിടെക്റ്റ് ചാൾസ് കോറിയ രൂപകൽപ്പന ചെയ്ത ലീല ഹോട്ടൽ സ്ട്രക്ചർ, അതേപോലെ ഒരു കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വകയായിരുന്ന ഹാൽസിയോൺ കാസിൽ എന്നറിയപ്പെടുന്ന കോവളം കൊട്ടാരം, KTDCയുടെ നവീകരിച്ച ഹോട്ടൽ സമുദ്ര എന്നിവയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമാണ് പ്രശ്നം. നേരം സന്ധ്യയാകുന്നു. എനിക്കിന്ന് മറ്റൊരു യാത്രയുണ്ട്. അടുത്ത വ്ളോഗിനായി കൊച്ചിക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. സുന്ദരമായ ഈ കോവളത്തെ ബീച്ചുകളും ചെഞ്ചായത്തിൽ മുങ്ങിയ അസ്തമയ സൂര്യനും സ്വർണ്ണവർണ്ണമാർന്ന തിരകളും ഒരു വിദേശ ടൂറിസ്റ്റിനെ എന്ന പോലെ എന്നെയും ഹരം കൊള്ളിക്കുന്നു. തൽക്കാലം ഞാൻ ബൈ പറയുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ.